മനോജ് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരോ അദ്ദേഹത്തെ വിരട്ടുന്നത് പോലെ ഓടുന്നു. അവിടെ അദ്ദേഹം ഒരു പഴയ വീട് കണ്ടു. മനോജ് അതിനകത്തേക്ക് കയറി. ആ വീടിനകത്ത് ഒരു വയസ്സായ മുത്തശ്ശി ഉണ്ടായിരുന്നു. ദൈവമേ, രക്ഷപ്പെട്ടു. ഇന്നു മാത്രം ഞാൻ കുടുങ്ങിയിരുന്നു. വലിയ നഷ്ടമായിട്ടുണ്ടാവും. എത്ര ദിവസത്തേക്ക് നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും? പിന്നെ ഇങ്ങനെ ഓടി ഓടി എവിടെ ചെന്ന് അവസാനിക്കും? ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഇതിനുള്ള അപരാധം നീ കെട്ടിയേ തീരൂ. ഇനിയും എത്ര ദിവസം നീ ഈ കള്ളത്തരം ചെയ്യും? എന്താ പറയൂ? ആ വയസ്സായ മുത്തശ്ശിക്ക് മനസ്സിലായി മനോജ് ഒരു കള്ളനാണെന്ന്. ആ മുത്തശ്ശി അവനോട് ചോദിച്ചു, എന്തിനാണ് മോഷ്ടിക്കുന്നത്? മോഷ്ടിക്കാനുള്ള കാരണം എന്താണ്? കൊതിയോ ഇല്ല സാഹചര്യമോ? ആഗ്രഹിച്ചിട്ടൊന്നും മോഷ്ടിച്ചില്ലാമേ. ഇതെന്റെ സമയമായിരുന്നു. എനിക്ക് 10 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്. അവൾക്ക് കുറച്ച് ദേഹത്തിന് സുഖമില്ല. പിന്നെ ഗ്രാമത്തില് മരുന്നിന്റെ വിലയൊക്കെ ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ടാ ഇങ്ങനെ മോഷ്ടിക്കണ്. അമ്മേ, എന്റെ മോള് ശിവാനി അല്ലാതെ എനിക്ക് നീ ലോകത്ത് ആരുമില്ല. അവൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ വളരെ നന്നായിട്ട് മാഗി ഉണ്ടാക്കും. നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ? അതെ അമ്മേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ വയസ്സായ മുത്തശ്ശി മനോജിന് തന്റെ കൈ കൊണ്ട് മാഗി ഉണ്ടാക്കി കൊടുത്തു. തുടക്കത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നെന്ന് മനോജിനോട് അവർ ചോദിച്ചു. ആദ്യം ഞാൻ ഗ്രാമത്തില് മിൽക്ക് ഷേക്ക് ചെയ്താണ് വെക്കണ്ടായിരുന്നത്. പക്ഷെ ആ കച്ചവടം ഇപ്പോ നിന്നുപോയി. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ മോഷണം ചെയ്യാൻ തുടങ്ങി. ആ മുത്തശ്ശി അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഈ കള്ളത്തരം വിടണം. പിന്നെ നീ ആരിൽ നിന്നൊക്കെയാണോ മോഷ്ടിച്ചത് അവരുടെ കയ്യിലേക്ക് ഈ പണം കൊണ്ടുപോയി നീ തിരികെ നൽകണം. അമ്മേ, എന്നെ ഒന്ന് സഹായിക്കൂ. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും നന്ദി കാണിക്കും. നീ നിന്റെ ജോലികളൊക്കെ വലത് കൈകൊണ്ട് ചെയ്യുവോ ഇല്ല ഇടത് കൈകൊണ്ട് ചെയ്യുമോ? അമ്മേ, ഞാൻ എന്റെ വലത് കൈ കൊണ്ടാ ഉണ്ടാക്കുക. എന്നാൽ ശരി. ആ വയസ്സായ മുത്തശ്ശി ഒരു സ്പൂണ് മനോജിന്റെ കയ്യിൽ നൽകി. അതൊരു സാധാരണ സ്പൂണല്ല, അതൊരു മാന്ത്രിക സ്പൂണാണ്. ഇതൊരു മാന്ത്രിക സ്പൂണാണ്. ഇന്നു മുതൽ നീ നിന്റെ പുതിയ ജോലി തുടങ്ങിക്കൊള്ളൂ. എന്റെ വീട്ടിൽ നിന്നും മാഗി എടുത്തുകൊണ്ടു പോകൂ. ആ മാഗി ഉപയോഗിച്ച് മാഗി മിൽക്ക് ഷേക്ക് ചെയ്യോ. പിന്നെ ഓർമ്മ വെച്ചോളൂ, ഈ കറണ്ട് എപ്പോഴും നിന്റെ വലത് കൈ കൊണ്ടേ നീ ഉപയോഗിക്കാവോ. ശരിയമ്മേ, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. മനോജ് ആ കറണ്ടിയെയും മാഗിയെയും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൾ ശിവാനി വളരെ അസുഖം പിടിച്ചിരുന്നു. ശിവാനിയെ നോക്കിയിട്ട് മനോജ് തന്റെ മകളോട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല മോളെ. നിന്റെ അച്ഛൻ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കും. അച്ഛാ അച്ഛാ, എനിക്ക് എന്താണ് അച്ഛാ പറ്റിയത്? എനിക്ക് എന്താ ഇനിയും ഗുണമാകാത്തത്? നിനക്ക് പെട്ടെന്ന് ശരിയാവും. ഞാൻ നാളെ തൊട്ട് മാഗി വിൽക്കാൻ പോവാണ്. പക്ഷേ അച്ഛാ, നിങ്ങൾക്ക് മാഗി ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല മോളെ, ഞാൻ നാളെ തന്നെ ചെന്ന് അതൊക്കെ നോക്കണം. ഒരു നല്ല അമ്മ എന്നെ മാഗി മിൽക്ക് ഷേക്ക് കച്ചവടം ചെയ്യാൻ പറഞ്ഞു. നാളെ തൊട്ട് ഞാൻ മാഗി മിൽക്ക് ഷേക്ക് വിൽക്കാൻ തുടങ്ങും. അടുത്ത ദിവസം മനോജ് തന്റെ വണ്ടിക്കടയിൽ ചെന്ന് നിന്നു. ആ വയസ്സായ മുത്തശ്ശി കൊടുത്ത കറണ്ടി ഉപയോഗിച്ച് മാഗി കിണ്ടാൻ തുടങ്ങി. അവൻ മാഗി മിൽക്ക് ഷേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതുവഴി ഒരാൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെയും മിൽക്ക് ഷേക്ക് കച്ചവടം തുടങ്ങിയോ? മിൽക്ക് ഷേക്കിനെ ഈ ഗ്രാമത്തിൽ കച്ചവടം ആവാത്തത്. പിന്നെ നീ എന്തിനാ ഈ കച്ചവടം തുടങ്ങിയത്? ഇത് വെറും മിൽക്ക് ഷേക്ക് മാത്രമല്ല, ഇത് മാഗി മിൽക്ക് ഷേക്ക് ആണ്. മാഗി മിൽക്ക് ഷേക്കോ? എവിടെ ഒന്ന് തന്നേ, ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. നീ എങ്ങനെ മിൽക്ക് ഷേക്ക് ചെയ്ത് ഈ കച്ചവടം തുടങ്ങുന്നതെന്ന്. ആ, ഇതാ തരാം. മനോജ് ആ ആൾക്ക് ഒരു പ്ലേറ്റ് മാഗി മിൽക്ക് ഷേക്ക് നൽകി. അത് കഴിച്ച അടുത്ത സെക്കൻഡ് തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വന്ന ആദ്യത്തെ വാക്ക്, വാവ് മനോജേട്ടാ, അടിപൊളി. ഇതിന് നല്ല രുചിയുണ്ട്. ഇത് കഴിക്കുമ്പോ തന്നെ മനസ്സിന് നല്ല സന്തോഷം വരുന്നു. ദേ, എനിക്ക് ഒരു പ്ലേറ്റും കൂടി എടുത്തേ. ശരി, ഇതാ തരുന്നു. അതിനുശേഷം പതുക്കെ പതുക്കെ മനോജിന്റെ മാഗി മിൽക്ക് ഷേക്ക് വളരെ നല്ല രീതിയിൽ വിൽക്കാൻ തുടങ്ങി. മനോജ് മോഷ്ടിച്ചവരോടൊക്കെ അവരുടെ കാശ് തിരികെ നൽകി. ഇപ്പോൾ ജമീന്ദാറിന്റെ പണം മാത്രമേ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. മനോജ് ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, ജമീന്ദാരെ, എന്നെ ദയവേത് ക്ഷമിച്ചേക്ക്. കുറച്ച് ദിവസം മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ കട്ടിരുന്നു. അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ മാഗി മിൽക്ക് ഷേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
അങ്ങനെയാണോ? നീ എന്റെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്തിട്ടുണ്ട്. ആ കാര്യം പോലും എനിക്ക് അറിഞ്ഞിട്ടില്ല. നോക്കിയേ, അത്രയും എൻ്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു പോവാണ്. പക്ഷെ നീയോ എന്റെ വീട്ടിൽ നിന്ന് കട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ പോവാൻ അനുവദിക്കില്ല. അതിന് നീ എനിക്ക് 2 മടങ്ങ് പണം തിരിച്ചു തരണം. ഞാനും നിങ്ങൾക്ക് 2 മടങ്ങ് പൈസയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ആരുടെയൊക്കെ വീട്ടിൽ മോഷണം ചെയ്തോ അവർക്ക് എല്ലാവർക്കും ഞാൻ 2 മടങ്ങ് പൈസയാണ് തിരിച്ചു തരുന്നത്. എന്നിട്ട് കൂടെ തന്നെ ഞാൻ എന്റെ മാഗി മിൽഷേക്കും തരുന്നു. മനോജ് ജമീന്ദാറിന്റെ കയ്യിൽ അദ്ദേഹത്തിൽ നിന്നും എടുത്ത കാശ് തിരികെ നൽകി. മനോജിന് ആകെ അതിശയമായി തോന്നി. ഈ മനോജിന്റെ കയ്യിൽ ഇത്രയും കാശ് എങ്ങനെയാണ് വന്നതെന്ന്. മോഷ്ടിച്ചതിന്റെ ഇരട്ടി മടങ്ങ് തിരികെ നൽകുന്നുവല്ലോ എന്ന്. ജമീന്ദാർ തന്റെ കയ്യാളെ ഗുല്ലുവിനെ വിളിച്ചു. ഗുല്ലു, ഈ ഗ്രാമത്തിന്റെ കള്ളം മനോജ് പെട്ടെന്ന് എങ്ങനെയാ ഇത്ര വലിയ കോടീശ്വരനായത്? ആരുടെ വീട്ടിലാണ് അവൻ ഇത്ര മോഷണം ചെയ്തിട്ടുള്ളത്? മോഷ്ടിച്ചതല്ല, അദ്ദേഹം വ്യാപാരം തുടങ്ങിയിരിക്കുകയാണ്. മാഗി മിൽഷേക്ക് വ്യാപാരം ഈ ഗ്രാമത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കേട്ടത് എന്തെന്നാ, അദ്ദേഹത്തിന്റെ മാഗി മിൽഷേക്ക് കഴിച്ച ഉടൻ തന്നെ മനസ്സിന് ഒരു ചെറിയ ശാന്തി കിട്ടുന്നുണ്ടെന്നാണ്. അങ്ങനെയാണോ? എന്നാ ഞാനും ഒരു പ്ലേറ്റ് കഴിച്ചു നോക്കാലോ ഈ മാഗി മിൽക്ക് ഷേക്കിനെ. ജമീന്ദാർ ആ മാഗി മിൽക്ക് ഷേക്ക് ടേസ്റ്റ് ചെയ്തു നോക്കി. ദൈവമേ, ഈ മാഗി മിൽക്ക് ഷേക്ക് എന്താ ഇത്ര രുചിയുള്ളത്? ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഈ മനോജിന് ഇത്ര പൈസ എങ്ങനെ വന്നു എന്ന്. മുതലാളി, ശരി, ഇപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നേ? തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു രഹസ്യമാണല്ലോ. ഇത്ര രുചിയുള്ള മാഗി മിൽക്ക് ഷേക്ക് വേറെ ചെയ്യുന്നുണ്ടല്ലോ. പോകുല്ലു, ചെന്ന് എന്താണെന്നൊന്ന് അറിഞ്ഞുകൊണ്ട് വാ, എന്താ രഹസ്യമെന്ന്. ഗുല്ലു അടുത്ത ദിവസം തന്നെ മനോജിന്റെ കടയിലേക്ക് ചെന്നു. അതെന്തിനു വേണ്ടിയെന്നാൽ മനോജ് എങ്ങനെയാണ് മിൽക്ക് ഷേക്ക് ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടി. അവിടെ പോയതും തന്നെ മനോജിനോട് അവൻ എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, മനോജേട്ടാ, എനിക്ക് ഒരു പ്ലേറ്റ് മാഗി മിൽക്ക് ഷേക്ക് തരൂ. ശരി ഗുല്ലു, ദാ തരാം. മനോജ് ഗുല്ലുവിന് ഒരു പ്ലേറ്റ് മാഗി മിൽക്ക് ഷേക്ക് നൽകി. മിൽക്ക് ഷേക്ക് കഴിക്കുന്നതിനിടയ്ക്ക് ഗുല്ലു മനോജിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മനോജേട്ടാ, ഒരു കാര്യം പറയൂ. നിങ്ങൾ ഇത്ര രുചിയായ മാഗി മിൽക്ക് ഷേക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനുള്ള രഹസ്യം എന്താണ്? ആ രഹസ്യം ഈ കരണ്ടിയാണ്. ഇതൊരു മന്ത്ര കരണ്ടിയാണ്. ഇതുകൊണ്ട് ഭക്ഷണം ചെയ്യണതിൽ നല്ല രുചിയുണ്ടാവും. അങ്ങനെ ഈ കരണ്ടിയിൽ എന്തുണ്ട്? മനോജ് ഗുല്ലുവിനോട് തന്റെ മകളുടെ കഥ മുതൽ ആ വയസ്സായ മുത്തശ്ശിയെ കണ്ടെത്തിയതുവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഗുല്ലു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നേരെ ചെന്ന് ജമീന്ദാറിനോട് എല്ലാം പറഞ്ഞു. ഓ, ഇതാണോ കാര്യം? ഗുല്ലു, എനിക്ക് ആ കരണ്ടി വേണം. ഞാനും സ്വന്തം മാഗി മിൽക്ക് ഷേക്ക് വ്യാപാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ശരി മുതലാളി, ഇത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? നമുക്ക് അവന്റെ കടയ്ക്ക് ചെന്നിട്ട് അവന്റെ ആ കരണ്ടീനെ മോഷ്ടിച്ചു കൊണ്ടുവരാം. കള്ളന്റെ വീട്ടിലാണ് മോഷണമോ? മുതലാളി, നിങ്ങൾ വലിയ കള്ളനാണല്ലോ. വായടക്കേ, രാത്രി ആയതും എന്റെ കൂടെ വാ. രാത്രി ആയതും തന്നെ ജമീന്ദാറും ഗുല്ലുവും രണ്ടുപേരും ചേർന്ന് ആ കടയുടെ അകത്തേക്ക് കയറി. ആ കരണ്ടി അവർ തേടാൻ തുടങ്ങി. അപ്പോഴാണ് ഗുല്ലുവിന്റെ കണ്ണിൽ ആ കരണ്ടി അവൻ കണ്ടത്. മുതലാളി, ദേ ഇവിടെ നോക്കൂ, ആ മന്ത്ര കരണ്ടി ഇവിടെയുണ്ട്. പിന്നെ അതെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് എടുത്തുകൊണ്ട് വാ. അടുത്ത ദിവസം രാവിലെ മനോജ് തന്റെ കടയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ആ കരണ്ടി അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാ സ്ഥലത്തും തന്റെ ആ കരണ്ടി തേടി. പക്ഷെ അദ്ദേഹത്തിന് ആ കരണ്ടി എവിടെയും കിട്ടിയില്ല. ഇന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തോടൊപ്പം കട വരെ നടന്നു വന്നു. എന്റെ പൊന്നു മോളെ, ഞാൻ കരണ്ടിനെ ഇവിടെയാണ് വെച്ചത്. എന്റെ കണ്ണിന് ആ കരണ്ടി എവിടെയും അറിയുന്നില്ല. ശരി, കുഴപ്പമില്ലച്ചാ. ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ ശരിയായല്ലോ. ഇനി നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കാം വെച്ചാ. തന്ന ദൈവം അത് എടുത്തുന്നാ തോന്നുന്നേ. ഇതും ആ ദൈവത്തിന്റെ അർബുദമായിരിക്കോ? പിന്നെ മറ്റൊരു വശത്ത് ജമീന്ദാറും ഗുല്ലുവും രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് സ്വന്തമായി മാഗി മിൽക്ക് ഷേക്ക് കട ഇട്ടു. പക്ഷെ അവരിൽ ഒരു കാര്യം വ്യത്യാസമായിരുന്നു. ജമീന്ദാറും ഗുല്ലുവും അവരുടെ ഇടത് കൈ കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ആ വയസ്സായ മുത്തശ്ശി മനോജിനോട് കരണ്ടി കൊടുത്തപ്പോൾ എന്തു പറഞ്ഞെന്നാൽ, ഭാഗ്യം, നീ നിന്റെ വലത് കൈ കൊണ്ട് ജോലി ചെയ്യുന്നു. ഒരു പക്ഷെ ഇടത് കൈ കൊണ്ട് നീ ജോലി ചെയ്തെന്ന് വെച്ചോ, ഈ കരണ്ടി തല കീഴായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു പെണ്ണ് അതുവഴി വന്നുകൊണ്ടിരുന്നു. പിന്നെ ജമീന്ദാറിന്റെ മാഗി മിൽക്ക് ഷേക്ക് കട കണ്ടിട്ട് അവിടെ അവൾ ചെന്നു. അല്ല ജമീന്ദാർ സാറേ,
നിങ്ങളും മാഗി മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയോ? അതേമ്മേ, ഈ ഗ്രാമത്തിൽ വെച്ച് തന്നെ നല്ല രുചിയായ മാഗി മിൽക്ക് ഞാനാണ് ചെയ്യുന്നത്. ആ മനോജിന്റെ കാട്ടിലും എന്റെയാ നല്ലത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു മാഗി മിൽക്ക് തരൂ. ഇതോ ഇപ്പൊ തന്നെ തരാം. ഗുലു, ചൂട ഒരു മാഗി മിൽക്ക് മാഡത്തിന് കൊടുത്തേ. ശരി മുതലാളി. ഗുല്ലു ഒരു പ്ലേറ്റ് മാഗി മിൽക്ക് എടുത്ത് ആ പെണ്ണിന്റെ കയ്യിൽ നൽകി. കണ്ടാൽ തന്നെ വളരെ രുചിയായിരിക്കുമെന്ന് തോന്നുന്നു. ആ പെണ്ണ് ഒരു സ്പൂൺ മാഗി മിൽക്ക് എടുത്ത് തന്റെ വായിലേക്ക് വെച്ചതും അവളുടെ വയറൊക്കെ വേദനിക്കാൻ തുടങ്ങി. ചീ, നിങ്ങൾ എന്താണ് കഴിക്കാൻ നൽകിയത്? ഇത്ര വൃത്തികേടായിരിക്കുന്നു. ഇത്ര വൃത്തികെട്ട ഭക്ഷണം എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. ഒരു ജമീന്ദാറായിരുന്നു കൊണ്ട് നിങ്ങളുടെ കസ്റ്റമറിന് ഇങ്ങനെയാണ് ആഹാരം നൽകുന്നത്? ഗുലു, എനിക്ക് തന്നെ ഞാൻ കഴിച്ചു നോക്കാം. അത് കഴിച്ചതും തന്നെ അദ്ദേഹം ഗുലുവിനോട് പറഞ്ഞു, ഗുലു, ഇത് ചെയ്തതിന് ശേഷം നീ കഴിച്ചു നോക്കിയില്ലടോ. ഈ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലത്തേക്ക് തലവനും മനോജും വന്നു. എന്നിട്ട് ജമീന്ദാറിനോട് എന്തു പറഞ്ഞെന്നാൽ, ജമീന്ദാരെ, നിങ്ങൾ ഏത് കരണ്ടിയാണോ ഉപയോഗിക്കുന്നത് ആ കരണ്ടി മനോജിന്റെതാണ്. ആ കരണ്ടിനെ നിങ്ങൾ തിരിച്ചു തരൂ. അല്ല തലവരെ, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ മനോജ് ഒരു കള്ളനാണെന്ന്. ഇവൻ ഈ കരണ്ടിനെ പോലും എന്റെ അടുത്ത് നിന്നാ മോഷ്ടിച്ചത്. ഞാൻ എന്റെ സാധനത്തെ തിരിച്ചെടുത്തതാ, അത്രേ ഉള്ളൂ. കള്ളം! നിങ്ങൾ നന്നായിട്ട് കള്ളം പറയുന്നു. കാരണം ഈ കരണ്ടി എന്റെ പൂർവിക കരണ്ടിയാണ്. ഇതിന് എന്റെ അമ്മ മനോജിന് വേണ്ടി തന്നതാണ്. ആ വയസ്സായ മുത്തശ്ശി തലവന്റെ അമ്മയാണ്. പിന്നെ രാത്രി സമയത്ത് തലവൻ തന്റെ ജോലി തീർത്തിട്ട് ലേറ്റായിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ജമീന്ദാറും ഗുല്ലുവും മനോജിന്റെ കടയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടത്. ഞാനൊന്നും ചെയ്തിട്ടില്ല തലവരെ. ഞാൻ ഇതെല്ലാം ജമീന്ദാർ പറഞ്ഞതിന് ശേഷമോ ചെയ്തത്. ദയവേത് ക്ഷമിച്ചേക്കു തലവരെ. ഈ നിമിഷം തന്നെ നിങ്ങൾ രണ്ടുപേരിനെയും ഈ ഗ്രാമത്തിന് വിട്ട് പുറത്താക്കുന്നു. ജമീന്ദാറിനെയും ഗുല്ലുവിനെയും രണ്ടുപേരെയും തലവൻ ഗ്രാമത്തിൽ നിന്നും തന്നെ പുറത്താക്കി. പിന്നെ മനോജിന് വീണ്ടും അദ്ദേഹത്തിന്റെ കറണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. ക്രിസ്മസ് രാത്രിയായിരുന്നു. അജബ് നഗറിലെ ചർച്ച് രാത്രിയുടെ ഇരുട്ടിൽ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ചർച്ചിന്റെ അകത്തും പുറത്തുമായിട്ട് ആൾക്കാര് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ചർച്ചിന് പുറത്ത് രഘു എന്ന പേരുള്ള ഒരു പാവം ഭിക്ഷക്കാരൻ പഴയ കീറിയ ഉടുപ്പു ഇട്ടോണ്ട് ചർച്ചിന് മുമ്പില് വിഷമത്തിൽ ഇരിക്കുന്നു. 2 ദിവസമായി ആഹാരം കഴിക്കാനിരിക്കൊണ്ട് രഘുവിന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് രഘു ചർച്ചിന് മുമ്പിലിരുന്ന് ഉറങ്ങിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആരോ അവനെ വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രഘു അവന്റെ കണ്ണു തുറന്നപ്പോ അവന്റെ മുൻപിൽ സാന്റ നിൽക്കുന്നു. വെരി മെരി ക്രിസ്മസ് യങ് മാൻ. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചർച്ചിൽ പോയായിരുന്നോ അതോ ഇല്ലയോ? സാന്റയെ കണ്ടപ്പോ രഘു വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോയില്ല, എനിക്ക് പോകാൻ ആഗ്രഹവുമില്ല. രഘു പറയുന്നത് കേട്ടപ്പം സാന്റ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? എന്തിനാണ് ദൈവത്തിനോട് ഈ ദേഷ്യം? വിശപ്പല്ലാതെ ദൈവം മനുഷ്യർക്ക് വേറെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ചർച്ചിൽ പോകേണ്ടത്? ചർച്ചിൽ പോയിട്ട് ലാഭമൊന്നും ഇല്ലല്ലോ. രഘു പറയുന്നത് കേട്ട് സാന്റ പറഞ്ഞു, ദൈവം നമുക്ക് തന്നത് വിശപ്പ് മാത്രമേ ഉള്ളൂ മോനെ. മറ്റേ എല്ലാം നമ്മളല്ലേ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ദൈവം മനുഷ്യർക്ക് എല്ലാം കൊടുത്ത പിന്നെ അവർക്ക് അതിന്റെ വില എന്താന്ന് മനസ്സിലാവില്ല. പക്ഷെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്തായാലും ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തരാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സാന്റ കൈ ചാക്കിനകത്തിട്ട് ഒരു വടി അയാള് പുറത്തേക്കെടുത്തു. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ ഗിഫ്റ്റ്. ഈ വടി 3 പ്രാവശ്യം കറക്കി ആവശ്യമുള്ളത് ചോദിച്ചാ മതി. ഈ വടി ഉപയോഗിച്ച് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതം മാറ്റാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ്. ഇന്ന് പിടിച്ചോളൂ. സാന്റ ആ വടി രഘുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് സാന്റ അവിടുന്ന് പോയി. രഘുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ ആ വടി ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി. രഘു ആ വടി 3 പ്രാവശ്യം കറക്കി. എന്നിട്ട് പറഞ്ഞു, ഹേയ് ഗോഡ് ഗിഫ്റ്റ്, എനിക്ക് കഴിക്കാൻ ആഹാരം വേണം. അവിടെ അത്ഭുതമാണ് നടന്നത്. രഘുവിന്റെ മുമ്പില് പലതരത്തിലെ ആഹാരം മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു.
ആ വടിയുടെ അത്ഭുതം കണ്ടപ്പോ രഘു ആശ്ചര്യപ്പെട്ടു. അവൻ ഇപ്പൊ വിശപ്പ് ഒരു പ്രശ്നമല്ലായിരുന്നു. അത്ഭുതമുള്ള വടി കയ്യിൽ കിട്ടിയപ്പോ സന്തോഷിച്ച രഘു ഫുട്പാത്തിൽ ഉറങ്ങാൻ പോയി. നടക്കുന്ന നേരം കൊണ്ട് അവൻ ഒന്ന് ചിന്തിച്ചു. ഞാൻ ഈ വടി ഉപയോഗിച്ച് എന്നോടൊപ്പം ഭിക്ഷ ചോദിക്കുന്ന ആൾക്കാരുടെ ജീവിതം മാറ്റും. പെട്ടെന്ന് ഭയങ്കര തണുത്ത കാറ്റടിച്ചു. അന്നേരം രഘുവിന് നല്ല തണുപ്പ് തോന്നി. പുറത്ത് നല്ല തണുപ്പുണ്ട്, ഉടുക്കാൻ നല്ല വസ്ത്രം ചോദിക്കുന്നതായിരിക്കും നല്ലത്. രഘു 3 പ്രാവശ്യം വടി കറക്കി. എന്നിട്ട് തുണിയുടെ പേര് പറഞ്ഞപ്പം അവിടെ അത്ഭുതം സംഭവിച്ചു. അവന്റെ ശരീരത്തുനിന്ന് പഴയ കീറിയ തുണിയൊക്കെ മാറി. അതിനു പകരം സൂട്ടും ബൂട്ടും വന്നു. ഇപ്പൊ രഘുവിനെ കണ്ടാൽ ഒരു ഭിക്ഷക്കാരനല്ല, വലിയൊരു പണക്കാരനായിട്ടാ തോന്നുന്നേ. രഘു നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ടാക്സി അവന്റെ അരികിൽ വന്ന് നിന്നു. രഘുവിനെ കണ്ടപ്പം ടാക്സിക്കാരൻ രഘുവിനോട് പറഞ്ഞു, അല്ല സാറേ, എന്തിനാണ് നടന്നു പോകുന്നത്? നിങ്ങളുടെ വണ്ടി ഇവിടങ്ങുമില്ലേ? വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടേക്കാം. ടാക്സിക്കാരൻ പറയുന്ന കേട്ട് രഘുവിന് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇതിനു മുൻപേ ആരും അവനെ ഇത്രയ്ക്ക് ആദരവ് കൊടുത്തിട്ടില്ല. രഘു ടാക്സിക്കാരനോട് ഒരു നുണ പറഞ്ഞു. ഞാൻ രാത്രി വെറുതെ ഒന്ന് നടന്നതാണ്, എനിക്ക് ടാക്സി ഒന്നും വേണ്ട. ടാക്സിക്കാരൻ അവിടുന്ന് പോയി. പക്ഷെ രഘു അവിടെ നിന്ന് ആലോചിച്ചു. ഞാനിപ്പോ വലിയൊരാളായില്ലേ, ഇങ്ങനെ നടന്നു പോകുന്നത് ശരിയല്ല. എന്റെ പേഴ്സണാലിറ്റിക്ക് ഇതൊന്നും ചേരില്ല. ഫുട്പാത്തും ഇവിടുന്ന് നല്ല ദൂരത്തിലാണ്. ഞാൻ ഒരു വണ്ടി ചോദിച്ചേക്കാം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് രഘു 3 പ്രാവശ്യം വടി കറക്കി ഒരു വണ്ടി ചോദിച്ചു. അപ്പോഴാണ് നല്ല വിലപിടിപ്പുള്ള ഒരു വണ്ടി അവന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടത്. രഘു കാറിനകത്ത് കയറിയിരുന്നു. വണ്ടി ഓടാൻ തുടങ്ങി. ഫുട്പാത്തിന്റെ അടുത്ത് നിന്ന് വണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഭിക്ഷക്കാരൻ അവന്റെ വണ്ടിയുടെ മുമ്പിൽ വന്നു. രഘു വണ്ടി നിർത്തിയപ്പം ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എന്റെ സഹോദരൻ രാജന് തീരെയും സുഖമില്ല. അവനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. പ്ലീസ്, ഞങ്ങളെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടെത്തിക്കണേ സാർ. ആ ഭിക്ഷക്കാരന് രഘുവിനെ മനസ്സിലായില്ല. പക്ഷേ രഘുവിനോ ഈ ഭിക്ഷക്കാരനെ അറിയാം, അവന്റെ സുഖമില്ലാത്ത സഹോദരനായ രാജനെ അറിയാം. കാരണം രഘു ഒരു ഭിക്ഷക്കാരനായിരുന്നില്ലേ. എന്നാലും അഹങ്കാരം കൂടിയ രഘു ആരെയും തിരിച്ചറിയില്ലെന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ട് ആ ഭിക്ഷക്കാരനോട് പറഞ്ഞു, പോയിക്കോ ഇവിടുന്ന്, എനിക്ക് വേറെ ജോലിയുണ്ട്, പോ. എന്നും പറഞ്ഞോണ്ട് രഘു നല്ല വേഗത്തില് വണ്ടി ഓടിച്ച് അവിടേക്ക് പോയി. രാത്രി 12 മണിയായി. രഘു വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോഴാണ് അവൻ മുൻപിൽ നോക്കിയത്. മുൻപില് സാന്റ നിൽക്കുന്നുണ്ടായിരുന്നു. രഘു അവന്റെ വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് വടിയുമായിട്ട് അവൻ സാന്റയുടെ മുമ്പിൽ വന്നു. ഈ വടി ശരിക്കും കൊള്ളാം. ഇത് എന്റെ ജീവിതം തന്നെ അങ്ങ് മാറ്റി. നിന്റെ ജീവിതം മാറിയെന്ന് എനിക്കറിയാം. പക്ഷേ രാജൻ എന്താണ് സംഭവിച്ചത്? മറ്റേ ഭിക്ഷക്കാരുടെ കാര്യം എന്തായി? നീ അവരുടെയൊക്കെ ജീവിതം മാറ്റുമെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇത് കേട്ടപ്പം രഘു അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി. ഞാൻ നിന്നെ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. പക്ഷെ നീ അതില് ഫെയിലായി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ദൈവം വിശപ്പല്ലാതെ മനുഷ്യർക്ക് വേറെ ഒന്നും കൊടുക്കാത്തത് എന്തിനാണെന്ന്? കാരണം മനുഷ്യൻ പിന്നെ മനുഷ്യനല്ലാണ്ടാകും എന്നും പറഞ്ഞോണ്ട് സാന്റ രഘുവിന്റെ കയ്യിലിരുന്ന വടി തട്ടിയെടുത്തു. എന്നിട്ട് 3 പ്രാവശ്യം വടി കറക്കി സാന്റ അവിടുന്ന് പോയി. പിന്നെന്ത് സംഭവിക്കാൻ? പെട്ടെന്ന് രഘുവിന്റെ വണ്ടിയും മാഞ്ഞുപോയി, അവന്റെ തുണിയും പോയി. രഘു ഒരിക്കൽ കൂടി ഭിക്ഷക്കാരനായി. അവന്റെ വിശപ്പ് പിന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങി. പാവം രഘു കരഞ്ഞുപോയി. മീനാക്ഷിയും ഗുഞ്ചനും കൂട്ടുകാരികളും അയൽക്കാരുമായിരുന്നു. അവര് തമ്മില് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അവരുടെ വീട്ടിന്റെ മുൻപിന്ന് ഒരുപാട് ഉന്തുവണ്ടിക്കാര് പോകുമായിരുന്നു. മീനാക്ഷി എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഗുഞ്ചനെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഗുഞ്ചൻ, അതെ ഗുഞ്ചൻ, പച്ചക്കറി വിൽക്കുന്ന ആളെത്തി. കോളിഫ്ലവറിന് 10 രൂപയുള്ളൂ വില. നീയും വാങ്ങിച്ചോ, പിന്നീട് വിളിച്ചില്ലെന്ന് പറയരുത്. ഇതുപോലെ ഗുഞ്ചനും എന്തെങ്കിലും വാങ്ങിക്കുമ്പം മീനാക്ഷിയെ തീർച്ചയായിട്ടും വിളിക്കും. ഒരു ദിവസം ഉച്ചയ്ക്ക് മട്ടർ വിൽക്കുന്ന ആള് വന്നായിരുന്നു. മട്ടർ വാങ്ങിച്ചോളൂ, മട്ടർ നല്ല മട്ടറാണ്, വില കുറഞ്ഞതും മട്ടർ മേടിച്ചോളൂ. മീനാക്ഷി അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് മട്ടർ നോക്കാൻ തുടങ്ങി. ചേച്ചി, നല്ല മട്ടറാണ്, വാങ്ങിച്ചോളൂ. ഇന്നലെയാണ് പാടാത്തൊന്ന് വാങ്ങിച്ചോണ്ട് വന്നത്. എന്നാ ശരി, 1 കിലോ തന്നേര്. എന്നും ചെയ്യുന്നത് പോലെ മീനാക്ഷി പച്ചക്കറി മേടിക്കാൻ ഗുഞ്ചനെ വിളിച്ചു. ഗുഞ്ചൻ, അതെ ഗുഞ്ചൻ,
മട്ടർ വിൽക്കുന്ന ആളെത്തി. നല്ലൊന്നാന്തരം മട്ടറാ. വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോ. യാദർശികമായി അതേ നേരത്ത് തന്നെ ഗുഞ്ചൻ കമ്പിളി പൊതച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. മീനാക്ഷി അവിടെ നിന്ന് കുറെ നേരം ഗുഞ്ചനെ വിളിച്ചു. പക്ഷെ ഗുഞ്ചൻ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് മീനാക്ഷി അവർക്ക് വേണ്ടി മട്ടർ വാങ്ങി. എന്നിട്ട് മട്ടർ വിൽക്കുന്ന ആള് പോയി. വൈകുന്നേരം മീനാക്ഷി ആഹാരം ഉണ്ടാക്കാൻ മട്ടർ പൊളിക്കാൻ ഇരുന്നപ്പോ അവൾക്ക് കണ്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മട്ടറിനകത്തുള്ള പട്ടാണി സ്വർണ്ണ നിറത്തിലെയായിരുന്നു. ആ സമയത്താണ് മീനാക്ഷിയുടെ ഭർത്താവ് ശുഭം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയത്. ശുഭംന് സ്വാർത്ഥതയും അത്യാഗ്രഹവും ഉള്ള മനുഷ്യനായിരുന്നു. മട്ടറിനകത്തുള്ള സ്വർണ്ണ പട്ടാണി കണ്ടപ്പം അയാൾ ഒരുപാട് സന്തോഷിച്ചു. ഇത് കൊള്ളാമല്ലോ, നമ്മള് പണക്കാരാവും. നീ എന്തിനാ 1 കിലോ മട്ടർ മാത്രം മേടിച്ചത്? 10-20 കിലോ മേടിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എനിക്കറിയാമായിരുന്നു മട്ടറിനകത്ത് സ്വർണ്ണ നിറത്തിലെ പട്ടാണി ഉണ്ടെന്ന്. ഇത് മുൻപേ അറിയായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ മേടിച്ചേനെ. മീനാക്ഷിയുടെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പില് അയാള് വലിയ പണക്കാരനായെന്നുള്ള കാര്യം കൊട്ടിഘോഷിച്ചു. മീനാക്ഷി മേടിച്ച മട്ടറിനകത്ത് സ്വർണ്ണ നിറത്തിലെ പട്ടാണി ഉണ്ടെന്ന് ഗുഞ്ചൻ അറിഞ്ഞപ്പോ തന്നെ അവള് പെട്ടെന്ന് മീനാക്ഷിയുടെ വീട്ടില് ഓടിയെത്തി. ഇതെന്താ മീനാക്ഷി, നീ ഒറ്റയ്ക്കാണോ മട്ടർ എല്ലാം മേടിച്ചത്? ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോ നിന്നെ ഉറപ്പായിട്ട് വിളിക്കാറില്ലേ? ഞാൻ നിന്നെ കുറെ നേരം വിളിച്ചതാ, പക്ഷെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഇല്ല. നീ നല്ല ഉറക്കമായിരുന്നായിരിക്കാം. ആ പറഞ്ഞ ശരിയാണല്ലോ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. വേണമെന്ന് വെച്ചാണ് നീ എന്നെ വിളിക്കാതിരുന്നെന്ന് എനിക്ക് തോന്നിയേ. നീ എന്നോട് ക്ഷമിക്കണം. ആ മട്ടർ വിൽക്കുന്ന ആള് പിന്നെയും വന്നാ ഞാൻ തീർച്ചയായിട്ടും അയാളുടെ കയ്യിൽ നിന്ന് മട്ടർ വാങ്ങും. ഗുഞ്ചൻ തിരിച്ചു വീട്ടിലെത്തിയപ്പം ഗുഞ്ചന്റെ ഭർത്താവ് അവളോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ നിനക്ക് നിന്റെ മീനാക്ഷിയുടെ തനി സ്വരൂപം? അവള് വളരെ നല്ലതാണെന്നാണല്ലോ നീ പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ, സ്വർണമുള്ള മട്ടറും മേടിച്ച് അവള് മിണ്ടാതെ വീട്ടിയിരിക്കുന്നത്. നമ്മള് ശരിക്കും തെറ്റിദ്ധരിച്ചതാ. മീനാക്ഷി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് മീനാക്ഷി എന്നെ വിളിച്ചത് ഞാൻ കേട്ടില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. അവള് നുണയാ പറയുന്നത്. അവള് നിന്നെ വിളിക്കാതിരുന്നതിന്റെ കാരണം അവളോടൊപ്പം നമ്മളും പണക്കാരാകാൻ പാടില്ലെന്ന് അവള് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇവിടെ മീനാക്ഷിയുടെ ഭർത്താവ് ശുഭം ജോലിയെല്ലാം വിട്ട് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടില് സ്വർണ്ണ പട്ടാണിയെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി അയാളോട് പറഞ്ഞു, അല്ല, ഞാൻ പറഞ്ഞത് 1/2 കിലോ മട്ടർ ഗുഞ്ചന് കൊടുത്താലോ? നമ്മളോടൊപ്പം അവർക്കും നല്ല സൗഭാഗ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതിന് തെറ്റൊന്നുമില്ലല്ലോ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? 1/2 കിലോ സ്വർണമുള്ള മട്ടർ ഗുഞ്ചന്റെ വീട്ടിൽ കൊടുക്കണമെന്നോ? സ്വർണമുള്ള ഈ മട്ടർ വിശ്വസിച്ചാണ് ഞാൻ ഇനിയുള്ള ജീവിതം ജീവിക്കാൻ പോകുന്നത്. ഇനി ഇതിന്ന് പകുതി നീ ഗുഞ്ചന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ പകുതി ജീവിതം ജോലി എടുക്കേണ്ടി വരും. അതുകൊണ്ട് 1/2 കിലോ മട്ടർ ഗുഞ്ചന് കൊടുക്കുന്ന കാര്യം നീ അങ്ങ് മറന്നേര്. ഒരു ദിവസം ആ തെരുവില് മട്ടർ വിൽക്കാൻ വേറൊരാൾ അവിടെ എത്തി. ഈ പ്രാവശ്യം ഗുഞ്ചന്റെ ഭർത്താവ് അയാളെ പിടിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള മട്ടർ മുഴുവനും വാങ്ങി. മട്ടർ എല്ലാം കൂടെ ഏകദേശം 50 കിലോ ഉണ്ട്. ഗുഞ്ചനും അവളുടെ ഭർത്താവും മട്ടർ പൊളിക്കാൻ തുടങ്ങി. പക്ഷെ മട്ടറിൽ ഒന്നില് പോലും സ്വർണ്ണ പട്ടാണി ഇല്ല. 50 കിലോ മട്ടറും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പാവം ഗുഞ്ചന് മനസ്സിലായില്ല. അതുകൊണ്ട് അത് അവിടെ കിടന്ന് ചീത്തയാകാൻ തുടങ്ങി. അതെ, ഞാൻ ഇതിന്ന് കുറച്ച് മട്ടർ മീനാക്ഷിക്ക് കൊടുത്താലോ? ഇവിടെ ഇരുന്ന് അത് ചീത്തയാവുന്നില്ലേ? ഗുഞ്ചൻ ഒരു സഞ്ചിക്കകത്ത് കുറച്ച് മട്ടർ ഇട്ടു. എന്നിട്ട് അത് മീനാക്ഷിക്ക് കൊടുത്തു. ഗുഞ്ചന്റെ ഈ പെരുമാറ്റം കണ്ട് മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മീനാക്ഷി അന്ന് തീരുമാനിച്ചു, എന്ത് ചെയ്തിട്ടാണെങ്കിലും കയ്യിലുള്ള സ്വർണ്ണ പട്ടാലിന്ന് കുറച്ച് ഗുഞ്ചന് കൊടുത്തേ പറ്റൂ. മീനാക്ഷി ചന്തയിൽ പോയിട്ട് സ്വർണ്ണ നിറത്തിലെയും പച്ച നിറത്തിലെയും പെയിന്റ് വാങ്ങിട്ട് വന്നു. അവര് പകുതി പട്ടാണിയില് സ്വർണ്ണ നിറത്തെ പെയിന്റ് അടിച്ചു. ഒരു ദിവസം രാവിലെ അവരുടെ ഭർത്താവ് ടോയ്ലറ്റിലുള്ളപ്പം മീനാക്ഷി പെട്ടെന്ന് 1/2 കിലോ സ്വർണ്ണ പട്ടാണി അതിനകത്ത് നിന്ന് എടുത്ത് അതിന് പകരം അവര് സ്വർണ്ണ പെയിന്റ് അടിച്ച പച്ച പട്ടാണി അവിടെ വെച്ചു. ഉച്ചനേരത്ത് അവരവരുടെ ഭർത്താവിനോട് പറഞ്ഞു, അതെ, ഞാൻ സാധാരണ മട്ടറിന്റെ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടാൻ ലേശം കൂടുതലാണ് ഉണ്ടാക്കിയത്. അതിന്ന് കുറച്ച് കൂട്ടാൻ എനിക്ക് ഗുഞ്ചന് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. ശുഭം പാത്രത്തിൽ നോക്കിയപ്പം അയാൾക്ക് അതിനകത്ത് പച്ച മട്ടറാണ് കാണാൻ കഴിഞ്ഞ്. കാരണം മീനാക്ഷി സ്വർണ്ണ മട്ടറയില് പച്ച നിറത്തിലെ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ മീനാക്ഷി അവരുടെ സാമർഥ്യം ഉപയോഗിച്ച് 1/2 കിലോ സ്വർണ്ണ മട്ടർ ഗുഞ്ചന്റെ വീട്ടിലെത്തിച്ചു. ഗുഞ്ചനും മീനാക്ഷിയും പഴയതുപോലെ സുഹൃത്തുക്കളായി മാറി. മീനാക്ഷി, നീ ഒരു കാര്യം പറഞ്ഞേ. നിന്റെ വീട്ടിലുള്ള പാതി മട്ടർ സ്വർണമല്ല, സാധാരണ മട്ടറാന്ന് നിന്റെ ഭർത്താവ് അറിഞ്ഞാ പിന്നെ
അല്ല, നീ അയാളോട് എന്ത് പറയും? ഞാൻ പറയും. എനിക്കെന്തറിയാം? ഇനിയിപ്പോ ആ മട്ടർ വിറ്റ ആള് കയ്യിലുള്ള പച്ച മട്ടറിൽ സ്വർണ്ണ പെയിന്റ് അടിച്ച് നമ്മളെ പറ്റിച്ചതാണെങ്കിലോ?